നമ്മുടെ സഹോദരിമാരിൽ ഒരു സഹോദരി 50 വയസ്സ് കഴിഞ്ഞ ഒരു മഹദി വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കണം, ഹിഫ്ള് ചെയ്യണമെന്ന് നിയ്യത്ത് ചെയ്തു. അത് ഹിഫ്ള് പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷത്തിനാണ് ഇന്നിവിടെ പായസം തരുന്നത്. അതൊരു വലിയൊരു മെസ്സേജാണ്. അള്ളാഹു തആല അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ അള്ളാഹുർക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്കും അള്ളാഹു അത് സാധ്യമാക്കി തരട്ടെ. ഹിഫ്ള് മനുഷ്യനങ്ങ് മനക്കരുത്തോടുകൂടെ ഇറങ്ങിയാൽ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ഖുർആൻ അള്ളാഹു മനുഷ്യന് മനഃപ്പാഠമാക്കാൻ എളുപ്പമാക്കുമെന്നാണ്. അപ്പോൾ അതിൻ്റെ വലിയൊരു ഉദാഹരണം കൂടിയാണ് നമ്മുടെ സദസ്സിൽ അതിനൊരു ഭാഗ്യമുണ്ടായത്. അള്ളാഹു തആല അവരുടെ പരിശ്രമങ്ങൾക്ക് അള്ളാഹു അർഹമായി പ്രതിഫലം നൽകട്ടെ. നമ്മുടെ മക്കളിലൊക്കെ ഹിഫ്ള് പഠിക്കുന്ന മക്കൾ, പ്രായമുള്ളവരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അള്ളാഹു ഹിഫ്ള് എളുപ്പമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇഖ്റ വർത്തഖി എന്ന് പറയുന്നതാണ്. ഓരോ ആയത്ത് ഓതുമ്പോഴും മേലോട്ട് ഉയർന്നോളൂ എന്ന് സ്വർഗത്തിൽ നിന്ന് അവർക്ക് സ്ഥാനങ്ങൾ ഇങ്ങനെ ഓരോ ആയത്തിനനുസരിച്ചും സ്ഥാനങ്ങൾ ഉയർത്തി കൊണ്ടുകൊണ്ടിരിക്കുന്ന, അങ്ങനെ ആഖിറു ആയ അവരുടെ മെമ്മറി, ദുന്യാവിലുണ്ടായ മെമ്മറിക്കനുസരിച്ച് അത് ഓതാൻ കഴിയുള്ളൂ അവിടെ. അങ്ങനെ അവരുടെ മെമ്മറിയിൽ അവസാനമെത്തുന്ന എവിടെയോ അവിടെയായിരിക്കും അവരുടെ സ്ഥാനമെത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം